കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് അനുബന്ധമായി പ്രവർത്തനം ആരംഭിച്ച ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ ഇന്ന് ദുരിതത്തിലാണ്. താമസിച്ച് പഠിക്കാൻ ഹോസ്റ്റൽ എന്ന വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യം പോലും പരിഗണിക്കപ്പെട്ടില്ല. താമസത്തിനും മറ്റുമായി ചെലവേറെ വരുന്നതോടെ വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരത്തിലാണ്. ആവശ്യങ്ങൾ നിരന്തരം ഉന്നയിച്ചിട്ടും അധികൃതർ മുഖം തിരിക്കുന്നു എന്ന പരാതി ഉയരുകയാണ്. കാസർഗോഡ് നിന്ന് പ്രദീപ് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വിദ്യാർത്ഥികൾ സമരമുഖത്താണ്. ഒരു പുതിയ കോളേജ് ആരംഭിക്കുമ്പോൾ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതെന്ന് ചോദിച്ചാൽ വേണമെന്ന് തന്നെയാണ് ഉത്തരം. പക്ഷേ കാസർഗോഡ് എത്തിയാൽ ചിലപ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങൾ കണ്ടേക്കാം. പറഞ്ഞു വരുന്നത് ഒരു സർക്കാർ കോളേജിനെ കുറിച്ചാണ്. കാസർഗോഡ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് സ്വന്തം കെട്ടിടം പോലുമില്ലാത്ത അവസ്ഥയിൽ പ്രവർത്തിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അവർ ഒരു പുതിയ സമരമുഖം തുറന്നിരിക്കുകയാണ്. ഇത് നിസ്സാരമെന്ന് കണ്ട് തള്ളിക്കളയാവുന്ന ഒരു സമരമല്ല. താമസിച്ചു പഠിക്കാൻ ഹോസ്റ്റൽ വേണമെന്ന ന്യായമായ ആവശ്യമാണ് കാസർഗോഡ് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. സർക്കാർ കോളേജിൽ മെറിറ്റിൽ പ്രവേശനം നേടിയിട്ടും വലിയ തുക പഠനാവശ്യങ്ങൾക്കായി ചെലവ് വരുമ്പോൾ അത് താങ്ങാവുന്നതിനും അപ്പുറമായ ഘട്ടത്തിലാണ് സേവന മേഖലയിലേക്ക് കടന്നു വരേണ്ട ഈ കുട്ടികൾ സമരമുഖത്തേക്ക് ഇറങ്ങിയത്. തങ്ങളൊരു സർക്കാരിനും എതിരല്ലെന്നും സൗകര്യങ്ങൾ ഒരുക്കിത്തരണമെന്ന ആവശ്യം മാത്രമാണ് മുന്നോട്ട് വെക്കുന്നതെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിക്കൊക്കെ എതിരായിട്ടാണ് ഈ സമരങ്ങൾ പോകുന്നത്. ഒരിക്കലും ഒരു മന്ത്രിക്ക് ഒന്നും അഗെയിൻസ്റ്റ് ആയിട്ടല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇത്രയായിട്ടും കണ്ണടച്ചിരിക്കുന്ന അധികാരികൾ ഇതെങ്കിലും കണ്ട് ഇത്രയും പെൺകുട്ടികൾ ഇങ്ങനെ 2 ദിവസമായിട്ട് ഇങ്ങനെ ഇരിക്കുക. അധികം നീണ്ടുപോകാതെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അനുവദിച്ച് തരണമെന്നുള്ള റിക്വസ്റ്റാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. 3 വർഷം മുൻപാണ് കാസർഗോഡ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനോട് ചേർന്നുള്ള ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾ എത്തുന്നത്. സ്വന്തം കെട്ടിടവും ഹോസ്റ്റൽ സൗകര്യവും ഉടനൊരുക്കുമെന്ന മോഹന വാഗ്ദാനങ്ങളായിരുന്നു കോളേജ് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അധികൃതർ നൽകിയത്. ഇന്നിപ്പോൾ 3 ബാച്ചുകളിലായി 179 കുട്ടികൾ പഠിക്കുമ്പോഴും ഹോസ്റ്റൽ എന്ന അടിസ്ഥാന ആവശ്യം പോലും അധികൃതർ മറന്ന മട്ടാണ്. സ്വന്തമായി ക്ലാസ് മുറിയില്ലെങ്കിലും മെഡിക്കൽ കോളേജിന്റെ ഭരണവിഭാഗം കെട്ടിടത്തിൽ പഠന സൗകര്യമുണ്ട്. ലാബ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്നതും ഇവിടെ തന്നെ. പക്ഷേ കോളേജ് സമയം കഴിഞ്ഞാൽ സ്വസ്ഥമായി ഒന്ന് പഠിക്കാൻ പോലും ഇവർക്ക് ആകുന്നില്ല. താമസത്തിനായി വാടക ക്വാർട്ടേഴ്സുകളെ ആശ്രയിക്കുമ്പോൾ വലിയ തുകയാണ് ഇതിനകം ചെലവായത്. 5000 രൂപ മുതൽ 10,000 വരെ വാടക വരുമ്പോൾ വലിയ സാമ്പത്തിക പശ്ചാത്തലമില്ലാത്ത കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ ഉൾപ്പെടെ ഏറെ പ്രയാസപ്പെടുന്നു. മെഡിക്കൽ കോളേജിനോട് അനുബന്ധമായുള്ള ഹോസ്റ്റൽ നിർമ്മാണം പ്രവൃത്തി പൂർത്തീകരിച്ച സാഹചര്യത്തിൽ തങ്ങൾക്ക് കൂടി അവിടെ താമസിക്കാനുള്ള സൗകര്യമൊരുക്കണമെന്ന ന്യായമായ ആവശ്യമാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. 179 കുട്ടികൾക്കും എങ്ങനെയൊക്കെ നമുക്ക് ഹോസ്റ്റൽ സൗകര്യം തരുമെന്ന് റിട്ടേൺ ഓർഡർ കിട്ടാതെ നമ്മൾ എന്തായാലും ഈ സമരം നിർത്തില്ല. അത് എത്ര ദിവസം നീണ്ടാലും നമ്മൾ നിർത്തിക്കും. സമരം ചെയ്യുക തന്നെ ചെയ്യും. 10 കുട്ടികൾക്ക് 1 എന്ന വീതം അധ്യാപകർ വേണ്ടിടത്ത് ആകെയുള്ളത് പ്രിൻസിപ്പൽ അടക്കം 5 പേർ. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സാ സൗകര്യമില്ലാത്തതിനാൽ പ്രായോഗിക പരിശീലനം അങ്ങ് ദൂരെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലാണ്. ഇതൊക്കെയും സഹിക്കാമെങ്കിലും താമസിക്കാൻ സ്വന്തമായി തന്നെ ഇടം കണ്ടെത്തേണ്ട ഗതികേടിന് പരിഹാരം കാണാൻ അധികൃതർ എന്തേ മടിക്കുന്നുവെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നു. രാത്രിയിലടക്കം പെൺകുട്ടികൾ മുഴുവൻ വരാന്തയിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുന്ന സാഹചര്യമുണ്ടായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല. ഉള്ളി തട്ടിയിട്ടുള്ള സമരം തന്നെയാണ്. കാരണം രാത്രിയിൽ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വന്യമൃഗങ്ങളുടെ ശല്യങ്ങളുണ്ട്. പിന്നെ പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്. എന്നിട്ട് പോലും നമ്മൾ ഇവിടെ നിന്ന് സമരം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസിക് നീഡ് കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോട് മാത്രമാണ്. പെൺകുട്ടികൾ ഉൾപ്പെടെ താമസിക്കുന്ന അന്തർ സംസ്ഥാന പാതയ്ക്ക് സമീപം സുരക്ഷാ പ്രശ്നങ്ങളും അവർ ഉന്നയിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ അനിശ്ചിതകാല സമരത്തിന് ഐക്യദാർഢ്യവുമായി SFIയും രംഗത്തെത്തി. ഈ സമരം എത്ര കാലം മുന്നോട്ട് പോകുമോ അത്രയും സമയം SFIയും വിദ്യാർത്ഥികൾക്കൊപ്പം ഉണ്ടാകുമെന്ന് നേതൃത്വം വ്യക്തമാക്കി. ഇന്നലെ രാവിലെ മുതൽ ഇവർ ഈ രാപ്പകൽ സമരം തൻ്റെ പഠനകാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാവിധ കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഈ നിലയിലേക്ക് രാപ്പകൽ സമരം നടത്തുമ്പോൾ ഈ ജില്ലയിലെ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയിലേക്ക് SFI സമരത്തിന് പൂർണ്ണമായിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. സർക്കാർ കോളേജിൽ ഹോസ്റ്റൽ ഉൾപ്പെടെ വേണമെന്നിരിക്കെ അതിൻ്റെ നിർമ്മാണം പോലും ആരംഭിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഈ ഗ്രാന്റ് ആനുകൂല്യം ലഭിച്ചാലും ക്യാമ്പസിന് പുറത്ത് മുറികൾക്ക് നൽകുന്ന വാടകത്തുകയുടെ പകുതി പോലും ആവുകയുമില്ല. കോഴിക്കോട് ഉൾപ്പെടെ പോയി പ്രായോഗിക പരിശീലനം നേടേണ്ട സാഹചര്യമുണ്ടാകുമ്പോൾ 2 ഇടങ്ങളിലും താമസത്തിന് പണം ചെലവാക്കേണ്ടുന്ന അവസ്ഥയുമുണ്ട്. അതായത് നിലവിലെ സാഹചര്യത്തിൽ പഠനം മുന്നോട്ട് പോയാൽ വലിയ സാമ്പത്തിക ഭാരമാണ് ഈ കുട്ടികൾ വഹിക്കേണ്ടി വരിക. ക്ലാസ് സമയം കഴിഞ്ഞാൽ സ്വസ്ഥമായൊന്ന് പഠിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് ഈ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്.
അതിനോട് മുഖം തിരിച്ചുകൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകാനാകും? ഇന്നിപ്പോൾ ഈ സമരത്തിൽ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല, അതിനോട് ഐക്യപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളും രംഗത്ത് വന്നു കഴിഞ്ഞു. അതിനാൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ വിദ്യാർത്ഥികൾ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമാണ് അധികൃതർ പ്രഥമ പരിഗണന നൽകേണ്ടത്. ക്യാമറമാൻ വിനോദ് മേലിലേക്കൊപ്പം പ്രദീപ് നാരായണൻ, 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.